Hi everyone, welcome to Krish Talks. റീഡിങ്സ് ഓൺ കേരളയുടെ 4th മൊഡ്യൂളിന്റെ റിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂളിന്റെ റിവിഷനും പിന്നെ ഫ്രിഞ്ചസിന്റെ റിവിഷൻ വീഡിയോസും എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികൾക്ക് ഫ്രിഞ്ചസിന്റെയും കേരളയുടെയും പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 4th മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സ് മിത്ത് ആൻഡ് ലിറ്ററേച്ചർ, റെയിൻ അറ്റ് നൈറ്റ്, 50 years of മലയാളം സിനിമ, മലയാളംസ് ഗസൽ, അഗ്നി, പിക്ചേഴ്സ് ഡോൺ ഓൺ വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ മിത്ത് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ജസ്റ്റ് എങ്ങനെ കെട്ടുകഥകളെ വീണ്ടും ഒരു റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ രചനകളിൽ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം മിത്ത് എന്ന് പറഞ്ഞ കെട്ടുകഥകളാണ്. അപ്പം ഈ കെട്ടുകഥകൾ, പരശുരാമന്റെ കഥ, പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതൊരു കെട്ടുകഥയാണ്. കാരണം നമ്മൾ ഹിസ്റ്ററി ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു കേരളം എന്ന് പറയുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു സമുദ്രത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം ഈ ഒരു സമുദ്രവും നമ്മുടെ ഈ ഒരു കേരളവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു രീതിക്ക് നമുക്ക് ചിന്തിക്കാം. അതല്ലാതെ പരശുരാമൻ ഇങ്ങനെ ഒരുപാട് പേരെ കൊന്ന, ക്ഷത്രിയരുടെ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയ ആ ഒരു മഴു അല്ലെ, ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മഴുവാണ് തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ആക്സ്. ആ ഒരു മഴു എറിഞ്ഞിട്ട് ഒരു സീയിലേക്ക് എറിയുന്നു. ആ ഒരു സീ അത്രയും ആ ഒരു മഴ എറിഞ്ഞ ഭാഗം നീങ്ങിപ്പോയിട്ട് അവിടെ ഒരു ലാൻഡായിട്ട് ഫോം ചെയ്യുന്നു. ആ ലാൻഡാണ് നമ്മൾ പിന്നെ കേരള എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു പരശുരാമന്റെ കാര്യം, പരശുരാമൻ എന്ന് പറയുന്ന ആ ഒരു ആള് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വരെ അറിയാകുന്ന ഒരാളാണ്. എന്നിട്ട് കൂടി ഈ ഒരു കേരളയുടെ സ്റ്റോറി റീജിയണൽ ആയിട്ട് നിന്നു, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു മിത്താണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു മിത്ത് ആയിക്കോട്ടെ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു പരശുരാമൻ മഴ എറിഞ്ഞ കഥയും കേരളം ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പൊ പിന്നെയും ഈ ഒരു സ്റ്റോറീനെ എടുത്തുകൊണ്ട് അതൊരു റോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നെയും കവിതകളും കഥകളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റേഴ്സ്. അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് ബാലാമണി അമ്മ ഒരു പോയം എഴുതിയിട്ടുണ്ട്. മഴുവിന്റെ കഥ എന്നാണ് ആ ഒരു പോയം. മലയാളത്തിലുള്ള ഒരു പോയമാണ്. അപ്പൊ ഈ ഒരു മലയാളത്തിലെ ഈ ഒരു മഴുവിന്റെ കഥ എന്ന ബാലാമണി അമ്മയുടെ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഈ പരശുരാമന്റെ സ്റ്റോറിയാണ്. അപ്പൊ ഇത് ഓൾറെഡി മുന്നേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി ആയിരുന്നിട്ട് കൂടി വീണ്ടും ഇതിനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള MT വാസുദേവൻ നായർ ചോദിക്കുന്ന ഒരു കേസ്, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിന്റെ ഒരു കളക്ഷൻ ഓഫ് സ്പീച്ചിലെ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെയും ഇതിനെ റോ മെറ്റീരിയൽ ആയിട്ട് ഇത്തരം മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പരശുരാമന്റെ ആ ഒരു സ്റ്റോറി തന്നെയാണ്. ദെൻ ഇതില് ഒരു ലൈൻ വരുന്നുണ്ട്, ദ സീ റിട്രീറ്റഡ് ഫ്രം വേർ ദ ആക്സ് ഹാഡ് ഫോളൻ ആൻഡ് ഇറ്റ് ബിക്കെയിം ലാൻഡ്. അതായത് ആ ഒരു ആക്സ് അല്ലെ, മഴു എറിഞ്ഞ അത്ര ആ ഒരു ഭാഗം ഒരു ലാൻഡ് ആയിട്ട് രൂപപ്പെട്ടു. ആസ് പെർ ദ മിത്ത് ദിസ് ലാൻഡ് ഈസ് വാട്ട് ഈസ് കോൾഡ് കേരള. പിന്നെയാണ് ഈ ലാൻഡിനെ കേരള എന്ന് വിളിച്ചിരുന്നത്. പിന്നെ ആ ഒരു പരശുരാമൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ്റെ ഒരു പാർട്ടാണെങ്കിലും നമ്മുടെ സ്റ്റോറി ഒരു റീജിയണൽ ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നൊരു സ്റ്റോറി ആയിട്ട് മാറി. അപ്പൊ ഒരു പരശുരാമൻ പിന്നെ ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്നുള്ള കവിതയിലാണ് ഈ ഒരു പരശുരാമന്റെ കഥ പറഞ്ഞുകൊണ്ടുള്ള കവിത വീണ്ടും വന്നിരിക്കുന്നത്. ദെൻ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്ത കാര്യം അതിൽ വൈലോപ്പിള്ളി ശ്രീധര മേനോനും ഇങ്ങനെ യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മിത്ത് ദാറ്റ് തകഴി അഡാപ്റ്റഡ് ഫോർ ഹിസ് നോവൽ ചെമ്മീൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. തകഴി ശിവശങ്കര പിള്ള എഴുതിയിട്ടുള്ള നോവലാണ്. അതില് ഒരു മിത്ത് എന്ന് പറയുന്നത് ആ നോവലിൽ എഴുതിയിരിക്കുന്ന ഒരു മിത്തല്ല, ഓൾറെഡി അങ്ങനെ ഒരു മിത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മഴുവിന്റെ കഥ പറയുന്ന പോലെ തന്നെ മുന്നേ അങ്ങനെ ഒരു പരശുരാമന്റെ മിത്ത് ഉള്ളത് കൊണ്ടാണ് ബാലാമണി അമ്മ യൂസ് ചെയ്തത്. അതേപോലെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ എഴുതുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ഒരു മിത്ത് ഉണ്ട്. കടലില് മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാര് അവരുടെ ഭാവി ഇരിക്കുന്നത്, അവരുടെ ജീവിതം ഇരിക്കുന്നത് കടലമ്മയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കടലില് മീൻ പിടിക്കാൻ പോകുന്ന ഫിഷർമാൻ അല്ലെ, അല്ലെങ്കിൽ ഒരു മുക്കുവരുടെ ഭാര്യമാര് കടപ്പുറത്ത് പതിവ്രതകളായിട്ട് തന്നെ, അതായത് ഭർത്താവ് കടലിൽ പോകുന്ന സമയത്ത് ബാക്കി ആരോടും ഇഷ്ടമൊന്നും തോന്നാതെ ഇരിക്കണമെന്നാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാർ കടലിൽ വെച്ച് മരണപ്പെടുമെന്നാണ് മിത്ത്. അപ്പൊ അതാണ് നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള എടുത്തിട്ട് ഈ ഒരു നോവലിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു നോവൽ എന്താകുന്നുണ്ട്, സിനിമയാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിലും രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിലും സെയിം ഈ ഒരു തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടി തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. അതിലും ഈ മിത്ത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ആ ഒരു സിനിമയിൽ അവസാനം ഒത്തിരി പേര് മരണപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെയാണ് മിത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലിറ്ററേച്ചേഴ്സിൽ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിനൊരു മാറ്റം വന്നത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് കണ്ടംപററി സ്റ്റൈലൊക്കെ എഴുതാനായിട്ട് തുടങ്ങിയത് KP രാമനുണ്ണിയും കൊച്ചുബാവയൊക്കെ വന്നിട്ടാണ് ഇതിലൊരു മാറ്റം സംഭവിച്ചതെന്നും കൂടി പറയുന്നുണ്ട് ഈ ലിറ്ററേച്ചേഴ്സിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പൊ പരശുരാമന്റെ സ്റ്റോറി പഠിക്കുക, തകഴിയുടെ ആ ഒരു മിത്ത്, പരശുരാമന്റെയും തകഴിയുടെയും ആ ഒരു ചെമ്മീനിലെ ആ ഒരു മിത്താണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ മാറ്റം വന്നത് KP രാമനുണ്ണിയും കൊച്ചുബാവയും പോലുള്ള റൈറ്റേഴ്സ് വന്നതിന് ശേഷമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അപ്പൊ ഇതിലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എസ്സേ ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്ത പാഠഭാഗമാണ് റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് സുഗതകുമാരിയുടെ ഒരു മലയാളം കവിതയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സുഗതകുമാരിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഹൃദയകുമാരിയാണ്. അത് MCQ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതില് ആ ഒരു നരേറ്റർ ഒത്തിരി വയ്യാതെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കാണ്, എലോണാണ്, ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ. പിന്നെ വയ്യ, ഇൽനെസ് ആണ്, പിന്നെ ഒത്തിരി പെയിൻ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി ആ ഒരു സമയത്ത് ഒന്ന് തന്നെ ആശ്വസിപ്പിക്കാനായിട്ടുള്ള ഒരു ഫ്രണ്ട് പോലെ, ഒരു കമ്പാനിയൻ പോലെ ആ ഒരു സമയത്ത് മഴ വരുന്നതായിട്ടാണ് പറയുന്നത്. മഴ എന്തിലൂടെ വരുന്നതെന്ന് പറഞ്ഞ ജനലിലൂടെ ആ ഒരു മഴ പുറത്തു നിന്ന് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ അപ്പോൾ ഒരു കമ്പാനിയനായിട്ട് തന്റെ കൈകൾ ഇങ്ങനെ നീട്ടി മഴ വരുന്നതായിട്ടാണ് പറയുന്നത്. ദെൻ രാത്രി മഴ ഇസ് എ റൊമാൻറ്റിക് പോയം ദാറ്റ് കമ്പയർസ് എ സഡൻ ഡോൺ പോർ ടു ദ നറേറ്റേഴ്സ് ടൈം ഇൻ എ ഹോസ്പിറ്റൽ ബെഡ് ഡ്യൂ ടു ഇൽനെസ്. അപ്പം എന്താ പറയുക, വയ്യാതെ കിടക്കുന്ന ഒരു സമയത്താണ് മഴ ഒരു കമ്പാനിയനായിട്ട് വരുന്നത്, നറേറ്ററിന്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളും പിന്നെ ഈ ടോൺ എന്ന് പറയുന്ന അൺഹാപ്പിനെസ് ആണ്, ഹോപ്പ്ലെസ്നെസ് ആണ്. കാരണം ആരും ഇല്ലാതെ ലോണായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന സമയത്താണ് അതേ സെയിം ഫീലിങ്സോട് കൂടിയിട്ടുള്ള മഴ വരുന്നത്. ഓക്കെ, അപ്പം മഴ ഒരു ഭ്രാന്തി ആയിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ, ഒരു മാഡ് വുമനെ പോലെ തന്നെ മർമർ ചെയ്യുന്നുണ്ട്, ലോഫ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു നറേറ്ററിന്റെ സെയിം സിറ്റുവേഷൻ ആണ് മഴയ്ക്കും കൊടുക്കുന്നത്. സോ എൻ്റയർ പോയം പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മൈ ഫ്രണ്ട് ഐ ടു ആം ലൈക്ക് യു എന്ന് പറയുന്നുണ്ട്. അതായത് മൈ ഫ്രണ്ട് മഴയുടെ അടുത്ത് പറയാണ് ഞാനും നിന്നെ പോലെയാണെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലോൺലിനെസ് കാര്യങ്ങളൊക്കെ രണ്ടു പേർക്കും, മഴയ്ക്കും നരേറ്ററിനും കാണാനായിട്ട് സാധിക്കുകയാണ്, കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ ഒരു മഴ യങ് വുമനെ പോലെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, വിംപർ ചെയ്യുന്നുണ്ട്, ലോഫ് ചെയ്യുന്നുണ്ട്, വീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ഹഡിൽഡ് അപ്പ് ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്, മട്ടറിങ് വിത്തൗട്ട് സ്റ്റോപ്പ് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട് നിർത്താതെ, ലോങ് ഹെയർ ആണ് അതിനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇവിടെ റെയിൻ അറ്റ് നൈറ്റിനെ പെൻസീവ്ഡ് ആഫ്റ്റർ ഓഫ് ദി ഡസ്കി ഡാർക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് നിങ്ങൾ വെക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 50 years ഓഫ് മലയാളം സിനിമ. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഒത്തിരി സിനിമകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു 50 വർഷത്തെ സിനിമകളെ കാര്യമാണ്. അതായത് നീലക്കുയിൽ 1954 ഇറങ്ങിയിട്ടുള്ള നീലക്കുയിൽ എന്നുള്ള സിനിമ മുതൽ 2003 പാഠം 1 ഒരു വിലാപം എന്ന മീര ജാസ്മിന്റെ ഫിലിം വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനിടയിലുള്ള സിനിമകൾ, അതിന്റെ ടോപ്പിക്സ് എങ്ങനെ മാറി ഓരോ വർഷം കഴിയുമ്പോഴും എങ്ങനെയാണ് ടോപ്പിക്സ് മാറി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നീലക്കുയിലിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. നീലക്കുയിൽ എന്ന് പറയുമ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഒപ്റ്റിമിസം, എന്തൂസിയാസം ഒക്കെയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. പി ഭാസ്കരനും രാമു കാര്യായിട്ടും, നമ്മുടെ ചെമ്മീൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടർ രാമു കാര്യായിട്ടും കൂടിയിട്ട് ഒരുമിച്ച് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് നീലക്കുയിൽ. അന്നത്തെ മലയാളം ഫിലിമിന്റെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു നാഴിക കല്ലായിട്ടാണ് ഈ ഒരു സിനിമേനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇതിൽ ആ ഒരു ഇയർ, ആരാണ് ഡയറക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. പിന്നെ ഇതിൽ അന്നത്തെ കാലത്ത് 1954 കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ എന്തൊക്കെ ബ്യൂട്ടിഫുൾ എലമെന്റ്സ് ആഡ് ചെയ്യാമോ അതൊക്കെ ഇവർ ചേർത്തിട്ടുണ്ട്. അതായത് ഫൈൻ മ്യൂസിക് ഉണ്ട്, ഒരു മോഡേൺ സെക്യുലർ സബ്ജക്റ്റ് ഉണ്ട്, ഫോക്ക് മ്യൂസിക് ഉണ്ട്, മെനി എക്സലന്റ് ആക്ടേഴ്സ് ഉണ്ട്, അതിൽ ടെക്നീഷ്യൻസ് ഉണ്ട്. ഓക്കെ, അതൊരു ലോക്കൽ സ്റ്റോറിയാണ്, കാസ്റ്റ് ഇനീക്വാലിറ്റി, പ്രോഗ്രസ് എല്ലാം പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നീലക്കുയിലിനെ കുറിച്ച് നോക്കി വെക്കണം. ഓക്കെ, ദെൻ അപ്പൊ അന്നത്തെ കാലത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ഒരു മലയാളത്തിലൊരു ലാൻഡ്മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിനിമയാണ് നീലക്കുയിൽ എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 54 കഴിഞ്ഞ് 65 വന്നപ്പോഴാണ് ചെമ്മീൻ വരുന്നത്. അപ്പൊ ചെമ്മീന്റെ സ്റ്റോറി ഓൾറെഡി നമ്മൾ മിത്ത് ആൻഡ് ലിറ്ററേച്ചറിൽ പഠിച്ചതാണ്. അപ്പൊ അതില് ഒരു മിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് രാമു കാര്യാട്ട് സിനിമയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നീലക്കുയിലും
പി ഭാസ്കരനുണ്ട്, രാമു കാര്യായിട്ടുണ്ട്. ചെമ്മീനിൽ രാമു കാര്യായിട്ട് ഒറ്റയ്ക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് പറഞ്ഞ നീലക്കുയിലെ കുറച്ച് കണ്ടന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെമ്മീനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു മിത്തിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ ആ ഒരു മിത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, കടലമ്മയുടെ കാര്യങ്ങളും അവരുടെ ആ ഒരു ഫിഷ്മാൻസിന്റെ ഒക്കെ എന്താ പറയാം സ്റ്റോറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാം. കറുത്തമ്മ, പരീൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ദെൻ ഫിഷർമാൻ കടലിൽ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവരുടെ ഭാര്യമാരുടെ കാര്യങ്ങൾ ഒക്കെയും പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തത് മോഡേണിസ്റ്റ് മൂവ്മെന്റ്. ആ ഒരു സമയത്താണ് മലയാള സിനിമയിൽ ഒരു മോഡേണിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ വരുന്നത്. ആ ഒരു മൂവ്മെന്റ് നയിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനും ജി അരവിന്ദനും ജോൺ എബ്രഹാമും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വരുന്ന സിനിമകളെ ആർട്ട് സിനിമൽ എന്നാണ് വിളിച്ചിരുന്നത്. ദെൻ ആ ഒരു മോഡേണിസ്റ്റ് മൂവ്മെന്റ് സമയത്ത് വന്ന സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്നുള്ള സിനിമ. ഓക്കെ, അപ്പൊ അതില് ട്രഡീഷൻ വേഴ്സസ് ന്യൂ ഫ്രീഡം, ട്രൈങ് ടു ബാലൻസ് ഫാമിലി ലവ് ആൻഡ് ഇൻഡിപെൻഡൻസ്, ഇതിനൊക്കെ അൺഎംപ്ലോയ്മെന്റ്, ഇതെല്ലാം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന എല്ലാ സംഭവങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു സ്വയംവരം എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന സിനിമയാണ് 1973 നിർമാല്യം എന്നുള്ള സിനിമ. MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിൽ കൂടുതലും ഹിന്ദു റിച്വലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ടെമ്പിൾ റിലേറ്റഡ് റിച്വൽസ് ഒക്കെ കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു അത് കേട്ടോ. ഇന്നും ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അത് കഴിഞ്ഞ് 73 കഴിഞ്ഞിട്ട് 78 ആയപ്പോഴാണ് അരവിന്ദൻ സംവിധാനം ചെയ്തിട്ടുള്ള തമ്പ എന്നുള്ള സിനിമ വരുന്നത് കേട്ടോ. അത് ഒരു വില്ലേജിൽ സർക്കസ് ട്രൂപ്പ് വരികയും അവിടുത്തെ സാധാരണ ഗ്രാമീണനായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവിടെയുള്ള യൂത്തിനൊക്കെ അവരുടെ ട്രഡീഷണൽ റോൾസ് മാറ്റിവെച്ച് സർക്കസിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അവിടെ ഒരു അർബൻ വേഴ്സസ് റൂറൽ കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷമാണ് 1986 അമ്മ അറിയാൻ എന്നുള്ള സിനിമ വരുന്നത്. അതില് നമ്മളെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ വരുന്നു, ഗവൺമെന്റ്, പോലീസ് ഫോഴ്സസിനൊക്കെ അത്രയും എന്താ പറയാ പിടിപാടുള്ള ഒരു സമയത്താണ് ഈ ഒരു സിനിമ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാര് കേരളത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് യാത്ര ചെയ്യാണ്. പക്ഷെ അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് മൂവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ഒക്കെ കാരണം അവർക്ക് അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ അവർ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് കത്തെഴുതുന്നതാണ് അമ്മ അറിയാൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ തീമായിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ പൊളിറ്റിക്സിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ. ദെൻ മോഡേണിസ്റ്റ് മൂവ്മെന്റ് ചോദിച്ചാൽ സ്വയംവരം, പൊളിറ്റിക്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അമ്മ അറിയാൻ. ദെൻ ജോൺ എബ്രഹാം ആണത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്രിയാർക്കൽ ഐഡിയോളജി അന്നത്തെ കാലത്തെ സിനിമകളിൽ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുരുഷ മേധാവിത്വം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെമ്മീനിലാണ്. ചെമ്മീനിലും നീലക്കുയിലും ഒരുപോലെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പുരുഷ മേധാവിത്വം അല്ലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ദെൻ അടുത്തത് മിത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ചെമ്മീനാണ് കേട്ടോ. പിന്നെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയാണ് 1999 വാനപ്രസ്ഥം ദി ലാസ്റ്റ് ഡാൻസ്. അതില് ഒരു കഥകളി ആളുമായിട്ട്, കഥകളി ചെയ്യുന്ന ഒരാളുമായിട്ട്, കഥകളി ഡാൻസറുമായിട്ട് ഒരു യങ് വുമൺ, അപ്പർ കാസ്റ്റിൽ വരുന്ന ഒരു യങ് വുമൺ റിലേഷൻഷിപ്പിലാവുകയാണ്. അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട്. അപ്പം അതാണ് ആ ഒരു ഇതിൽ പറയുന്നത്. ദെൻ ആ ഒരു സിനിമയിൽ പറയുന്നത് കേട്ടോ. ദെൻ 2003 ആയപ്പോഴാണ് പിന്നീട് പാഠം 1 ഒരു വിലാപം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പൊ അതില് മുസ്ലിം ലൈഫ് സ്റ്റൈൽ, അവരുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അപ്പം ഇത്രയും സിനിമകളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സിനിമയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഓരോ സിനിമ ഇറങ്ങിയ വർഷം, അത് ഡയറക്റ്റ് ചെയ്ത ആളാരാണ്, അതിൽ എന്താണ് പറയുന്നത്, അങ്ങനെ ഓരോ സിനിമയെയും കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിനിമകളുടെ കാര്യം. നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്ന സിനിമകളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ നിങ്ങൾ ഞാൻ ടെലഗ്രാമിൽ ഇട്ട PDF-ലും അതുണ്ട്. അപ്പോൾ ഇല്ലാത്തവരൊന്ന് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇതിൻ്റെ കൂടെ തീമും പഠിക്കണം കേട്ടോ. ഓരോ സിനിമയുടെ തീമും നമ്മൾ പഠിക്കണം. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചോദ്യങ്ങളായിട്ടും വരുന്നത്. നെക്സ്റ്റ് മലയാളം ഗസലാണ്.
അപ്പോൾ നമുക്ക് ഒരു ഗസൽ കവിത പഠിക്കാനുണ്ട്. ഗസൽ കവിതകളുടെ പ്രത്യേകത, ഇപ്പം ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് കപ്ലെറ്റ് ആയിട്ടാണ്. രണ്ട് വരികൾ ഈരടികൾ, ഇങ്ങനെയാണ് ഈ ഒരു കവിത നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ 2 വരി, പിന്നെ ഗ്യാപ്പിട്ട് 2 വരി, പിന്നെ ഗ്യാപ്പിട്ട് 2 വരി, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഷോർട്ട് ആയിട്ടുള്ളൊരു പോയാണ് പഠിക്കാനുള്ള കപ്ലെറ്റ്സ്. ഇങ്ങനെ 2 വരി ആയിട്ട് എഴുതുന്നതിന് നമ്മൾ കപ്ലെറ്റ്സ് എന്നാണ് പറയുക. പിന്നെ ഇതിൽ റിഫ്രെയിൻ വരുന്നുണ്ട്. റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിതയിൽ തന്നെ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന് റിഫ്രെയിൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ ഒരു കവിതയിൽ മലയാളം എന്ന് പറയുന്ന ഒരു വേർഡാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, മലയാളം എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിൽ എന്ത് ചെയ്ത് വരുന്നു, റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുക. അപ്പൊ മൊത്തം നമുക്ക് ഈ ഒരു കവിതയിൽ 7 കപ്ലെറ്റ്സ്, 7 ഈരടികൾ, ദാറ്റ് മീൻസ് 14 ലൈൻസ് ആണുള്ളത്. അപ്പൊ മലയാളം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. പിന്നെ മലയാളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു പാലിൻഡ്രോം ആണ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിട്ടുള്ള ഇതന്നെ നമുക്ക് കിട്ടും. അതായത് MALAYALAM, ഇവിടെ നിന്ന് വായിച്ചാലോ MALAYALAM. അപ്പം അവിടെ നിന്ന് വായിച്ചാലും ഇവിടെ നിന്ന് വായിച്ചാലും സെയിം ആയിട്ട് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ, മലയാളമാണ് ഏറ്റവും ലോങ്സ്റ്റ് പാലിൻഡ്രോം ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആ വേർഡാണ് നമ്മുടെ ഈ ഒരു ഗസലില് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ റിഫ്രെയിൻ എന്നാണ് പറയുക. പിന്നെ ഗസലുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ആ ഒരു കവിതയുടെ അവസാനത്തെ 2 വരിയിൽ എഴുതിയ ആളുടെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു കവിതയിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. ജീത്ത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 2 കപ്ലെറ്റ്സ് മലയാളത്തിൽ എഴുതൂ എന്ന് ചോദിക്കുന്ന ഒരു വരികളാണ്. അപ്പൊ ഇതിൽ ജീത്ത് എന്ന പോയിറ്റിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കവിതയിൽ ഒരു മദർ ടങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഫോറിൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു വിൻഡോ തുറന്നിട്ടിരിക്കൂ, നമ്മുടെ മദർ ടങ്ങിന്റെ ആ ഒരു എയർ ശ്വസിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ റിഫ്രെയിനെ കുറിച്ചും പാലിൻഡ്രോമിനെ കുറിച്ചും പിന്നെ ബോഡ്ലെയറിനെ കുറിച്ചും ഒരു പോയിറ്റാണ്. അതിന്റെ കവിതകളൊക്കെ പാടിക്കൊടുത്തിരുന്നത് അച്ഛനായിരുന്നു നമ്മുടെ പോയിറ്റിന്. ആ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് അഗ്നി എന്ന് പറയുന്ന ചാപ്റ്റർ. സിതാര എഴുതിയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു റേപ്പ് സർവൈവറിന്റെ ഒരു കഥയാണ് അല്ലെ. പ്രിയ എന്നുള്ളതാണ് ഇതിലെ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേര്. 3 പേര് കൂടിയിട്ടാണ് പ്രിയനെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആ 3 പേര് ആരൊക്കെയാണ്, അവരോട് 3 പേരോടും എങ്ങനെയാണ് റിവെഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. പ്രിയ പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ഒരു ടൈപ്പിംഗ് വർക്കിന് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. പ്രിയനെ റേപ്പ് ചെയ്യുന്ന 3 പേരെന്ന് പറയുന്നത്, ഒന്ന് സഞ്ജീവനാണ്. സഞ്ജീവൻ പ്രിയയുടെ ഓഫീസിനടുത്ത് ടെലിഫോൺ ബൂത്ത് റൺ ചെയ്യുന്ന ഒരാളാണ്. ദെൻ രവി ഒരു സ്പോയിൽഡ് റിച്ച് ബോയ് ആണ്. അതായത് കുരുത്തം കെട്ട കുറച്ച് പൈസയുള്ള വീട്ടിലത്തെ പയ്യൻ. അപ്പൊ അത് ബസ്സിൽ വെച്ചിട്ട് പ്രിയനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പൊ പ്രിയ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ചെക്കൻ എന്ന് പറഞ്ഞാൽ മീശ പോലും മുളയ്ക്കാത്ത, ഹൂസ് മോസ്റ്റാച്ച് ഹാഡ് നോട്ട് സ്പ്രൗട്ടഡ്. അത് അങ്ങനെ തന്നെ പഠിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും എക്സാം ടൈമിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മീശ പോലും മുളയ്ക്കാത്ത ആ ഒരു പയ്യനായിരുന്നു 3ാമത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് 3 പേരായിരുന്നു റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവര് 3 പേരോടും എങ്ങനെ പ്രതികാരം വീട്ടുന്നു. സഞ്ജീവന്റെ അടുത്ത് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. രവിയുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിലാക്കിക്കൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു അഫെയർ തോന്നിപ്പിച്ചുകൊണ്ടാണ് റിവെഞ്ച് ചെയ്യുന്നത്. 3ാമത്തെ ആ ഒരു ചെക്കനെ ക്ഷമിച്ച് വിടാണ്. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ രീതിക്ക് ക്ഷമിച്ച് വിടുക ചെയ്തത്. ഇങ്ങനെയാണ് അവള് 3 പേരോട് റിവെഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവരോട് റിവെഞ്ച് ചെയ്യുന്ന കാര്യം, പിന്നെ മെയിൻ തിങ് ഒരു പീരീഡ്സിന്റെ സമയത്താണ് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ പ്രിയയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ പ്രിയ അനുഭവിച്ച ഈ കാര്യങ്ങൾ, 3 പേരോട് റിവെഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ ആണ്. നമ്മുടെ കേരള ഫ്ലഡ് 2018 ഫ്ലഡിനെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ. കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ കവിതകൾ എഴുതാൻ സാധിക്കുന്ന ഒരാളാണ്. ദെൻ അന്നത്തെ ഒരു ഇപ്പം എസ്സേ ഒക്കെ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാന്ന് വെച്ചാൽ അന്നത്തെ ഫ്ലഡിന്റെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു കവിതയിൽ ഫസ്റ്റത്തെ ഒരു പാർട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 പാർട്ടായിട്ട് വരുന്നത് ബോട്ട്, കാറ്റ്, സ്ലേറ്റ്, സ്ലഷ്. ബോട്ട് എന്ന് പറഞ്ഞ ഏരിയയിൽ പറയുന്നത് അവിടെ നമ്മൾ എന്താ പറയാ, നമ്മുടെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കാനാണ് നോക്കുന്നത് അല്ലെ. അതാണ് ബോട്ടിൽ കാണുന്നത്. കാറ്റിൽ കാണുന്നത് മീൻ വന്നിട്ട് ഇങ്ങനെ ഇക്ലിയാകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ
ഒരു ഫിലോസഫറിനെ പോലെ ചിന്തിക്കുന്ന കാറ്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ സ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ അല്ലെ, ഒരു ഹോപ്പ് നമുക്ക് അവിടെ സ്ലേറ്റ് തരുന്നുണ്ട്. ഇതെല്ലാം മാറും, എൻ്റെ സ്ലേറ്റിൽ ഒത്തിരി പേര് വന്ന് എഴുതി ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകും എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സ്ലഷ് എന്ന് പറയുമ്പോൾ നേച്ചറായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് സ്ലഷ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. എല്ലാത്തിനും ഒരു എന്താ പറയാ അവശേഷിപ്പായിട്ടാണ് സ്ലഷ് അവിടെ കിടക്കുന്ന ഒരു മെമ്മറി പോലെ. അപ്പം ഇതാണ് ഈ ഒരു കവിതയിൽ പറയുന്ന കാര്യം. ഓരോ കവിതയിലത്തെയും പോയറ്റിക് ഡിവൈസുകൾ പഠിക്കണം, പേഴ്സോണിഫിക്കേഷൻ കാര്യങ്ങൾ, അയൺ, ഇമേജ് ഒക്കെ പഠിക്കണം. അപ്പം ഞാൻ ഈ പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത സമയത്ത് ഓരോ പാർട്ട് കഴിഞ്ഞിട്ടും അതിലെ പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യം. അപ്പോൾ ഏത് ചാപ്റ്റേഴ്സിൽ നിന്നും എസ്സേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ പാഠഭാഗവുമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ദെൻ ഷോർട്ട് എസ്സേ വരുമ്പോൾ അപ് ടു ദ ക്വസ്റ്റൻ ആയിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റീഡിങ്സ് ഓൺ കേരളയുടെ അങ്ങനെ റിവിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ റീഡിങ്സ് ഓൺ കേരളയുടെ ഫ്രിഞ്ചസിൻ്റെയും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.